രാജാ 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 ഇവരാണോ വന്നത്? രാജാ എന്ത് ചെയ്യായിരുന്നു രാജാ? പോലീസ് വന്നെന്ന് വിചാരിച്ച് കയറി ഒളിച്ചതാ. പോലീസിന് എന്തിനാ ഇത്രയും പേടിക്കുന്നേ? അബിയെ ഞാൻ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് പോലീസ് അന്വേഷിച്ച് നടക്കുക. കുടിക്കില്ലെന്ന് എന്നോട് പറഞ്ഞതല്ലേ രാജാ, എന്നിട്ട് വീണ്ടും അത് തുടങ്ങിയോ? ഏതോ ടെൻഷനിൽ കഴിക്കാൻ തുടങ്ങിയതാ. പിന്നെ എന്നെ കൂടി വിളിക്കായിരുന്നില്ലേ രാജാ? നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് കുടിക്കായിരുന്നല്ലോ. രണ്ടുപേർക്കും കുടിക്കാൻ ഇവിടെ ഒന്നുമില്ല. ഈ സമയത്ത് എന്തിനാ വന്നേ? നാളെ ശിവരാത്രിയല്ലേ രാജാ, നല്ലൊരു ദിവസ. രാജ എന്റെ വീട്ടിലേക്കൊന്ന് വന്നാ നമുക്ക് കല്യാണം നടത്താം. നാളെയോ? അതെ, നാളെ ശിവന്റെ പാർവതിയുടെയും കല്യാണം നടത്തുക. അതേപോലെ നമുക്ക് രണ്ടുപേർക്ക് കല്യാണം കഴിക്കാം. ഞാനിപ്പോ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ എന്താ നടക്കുക? നാളെ രാജ വീട്ടിലേക്ക് വന്നാ നമ്മുടെ കല്യാണക്കാര്യം നമുക്ക് വീട്ടുകാരെ അറിയിക്കാൻ രാജ. ആ വീട്ടിൽ നിങ്ങളെക്കാൾ മുതിർന്നവരായിട്ട് ആരാ ഉള്ളത്? തമാശ പറയല്ലേ രാജ. നാളെ വീട്ടിലെ പൂജ വെച്ചിട്ടുണ്ട്. എല്ലാരും സന്തോഷത്തിലായിരിക്കും. നമ്മുടെ നിർമ്മലമായ പ്രണയം എന്റെ കുടുംബക്കാരോടൊക്കെ പറഞ്ഞ് നമുക്ക് കല്യാണം കഴിക്കാം. നമ്മുടെ കല്യാണ ചെലവിനായി കാശ് ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക രാജ. നമ്മുടെ കല്യാണം കഴിയുമ്പോ അഭിയും വസു പിന്നെ എന്നെ ഒന്നും പറയില്ല. അവരൊന്നും ചെയ്യണ്ട. നമ്മുടെ കല്യാണം നടന്നാലേ എന്റെ ജീവിതം നരകതുല്യമാവും. എന്താ രാജ ആലോചിക്കുന്നേ? നാളെ രാജ വരില്ലേ? അതല്ല പറയുന്നേ. നിങ്ങൾ ആ വാഴത്തൈ തൊട്ട് താലി കെട്ടിയില്ലേ, അപ്പൊ അത് കരിഞ്ഞു പോയില്ലേ? അതുപോലെ എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയാ. രാജയ്ക്കൊന്നും സംഭവിക്കില്ലെന്നേ. ആ ദോഷമൊക്കെ അപ്പൊ തന്നെ മാറി. നാളെ രാജ തീർച്ചയായിട്ടും വരണം. നമ്മുടെ കല്യാണം നടക്കണം. ഇത് നോക്കിയേ, ഇല്ലെങ്കിൽ നിങ്ങളെ പറ്റി ഞാൻ അഭിയോട് വസോടൊക്കെ പറയും. നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും. ഞാനും ആരെങ്കിലും ഒരാളെ കൊന്നിട്ട് ജയിലിലേക്ക് വരും. നിങ്ങൾ എന്നെ തീരുമാനിക്കേ, നമ്മൾ ജയിലിൽ പോണോ അതോ നമ്മൾ ഇവിടെ തന്നെ നിന്നാ മതിയൊന്ന്. നാളെ നിങ്ങൾക്ക് വേണ്ടി എന്റെ വീട്ടിൽ ഞാൻ കാത്തിരിക്കും. ബൈ രാജാ. എന്താ ഇവര് വാണിംഗ് തന്നിട്ടാണല്ലോ പോയിരിക്കുന്നേ. പോയാൽ നിർബന്ധമായും കല്യാണം കഴിച്ചേ പറ്റൂ. ഒരുപക്ഷെ പോയില്ലെങ്കിലോ? അയ്യോ, അബിയോട് പറയല്ലോ. ഇപ്പൊ എന്താ ചെയ്യ? ഡാഗ്ലെ, ഇതൊക്കെ ഞാൻ ചെയ്യില്ലേ? നീ എന്തിനാ വെറുതെ മെനക്കെടുന്നേ? ശിവരാത്രി പൂജയല്ലേ ഏട്ടാ, എല്ലാവരും പണിയെടുക്കണം. എന്താ ഭാവന നീ ഒറ്റയ്ക്ക് ചെയ്യുന്നേ? വസു എവിടെ? അവള് കുട്ടികളെ റെഡിയാക്കുക അമ്മേ. അമ്മേ, അതെന്താ പറയാ? കീർത്തിക്ക് എന്തിനാ ഇട്ട് കൊടുക്കുന്ന? അമ്മേ, അതല്ല എന്റെ വളയാ അമ്മേ, എനിക്കിട്ടതാ. നമുക്ക് എൻട്രി ആകാനുള്ള സമയമായി ആന്റി. നടക്ക്. വസുവിനെ കുറച്ച് ടെൻഷൻ കൂട്ടിക്കൊടുക്കാം. എന്താ വസുവേട്ടത്തി? വസുവേട്ടത്തി ഇവിടെ ഇരിക്കുകയാണെങ്കിലും മനസ്സ് വേറെ എവിടെയാണല്ലോ. അതൊന്നുമില്ല കാർത്തികേ. ഈ ശിവരാത്രി വസു ചേച്ചിക്ക് കാളരാത്രി ആകാൻ പോവാ. ഒരു കാര്യമല്ലെങ്കിൽ അനുവിന്റെ വള കീർത്തിക്കും, കീർത്തിയുടെ വള അനുവിനും എന്തിനാ നീ മാറ്റിയിട്ട് കൊടുക്കുന്നേ? വസു, കുട്ടികളെ ഒരുക്കി കഴിഞ്ഞോ? ഒരുക്കി കഴിഞ്ഞമ്മേ. വാസു ഇപ്പോഴും എന്തൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക എടുത്തി. ഇന്നലെ മുതൽ വസുവേട്ടത്തിയുടെ മനസ്സ് ഇവിടെയൊന്നും അല്ല, വേറെ എവിടെയോ ആണ്.
എന്താ ഉണ്ടായി വസു? ഒന്നുമില്ലമ്മേ. പൂജയൊക്കെ നിനക്ക് പകരം ഭാവനയാ ചെയ്യുന്നത്. നീ വേഗം താഴേക്ക് വാ. വസുവിന് പൂജ ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു ഡൗട്ടാ. വസുവേട്ടത്തിക്ക് ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ ഞാൻ ചെയ്യാം അമ്മേ. എന്താ കാർത്തികേ, ഇന്നലെ മുതൽ ഇത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ. പൂജ എന്നാ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? ഇവക്ക് ഉറക്കാ ഇഷ്ടമെന്ന് തോന്നുന്നു. ഭഗവാനെ പൂജ ചെയ്യാൻ ആർക്കാ ഇഷ്ടമില്ലാത്തത്? വസുവിന് പറ്റിയില്ലെങ്കിൽ അത് ഭാവന ചെയ്യും. നീ ഒന്നും പറയണ്ട കാർത്തികേ. വസുന്ധര എന്തോ മറയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. വസുന്ധര, തന്നോടൊന്ന് സംസാരിക്കണം. എന്താ ഏട്ടാ, എന്താ പറയാനുള്ളത്? താനെന്താ വല്ലാതിരിക്കുന്നേ? എന്താ സംഭവിച്ചേ? ഒന്നുമില്ല ഏട്ടാ. ഇല്ല, എന്തോ ഉണ്ട്. സത്യം പറയും. ഞാൻ കള്ളൊന്നും പറഞ്ഞില്ല ഏട്ടാ. താൻ നല്ല ടെൻഷനിലാണെന്ന് എനിക്കറിയാം. വെറുതെ ഇത് മറ്റുള്ളവർക്ക് സംസാര വിഷയം ആക്കരുത്. കാര്യം എന്താന്ന് പറയേ. അത് ആഭരണങ്ങള് മാറിപ്പോയി ഏട്ടാ. ആഭരണങ്ങൾ എങ്ങനെയാ മാറുന്നേ? ഇന്ന് ആഭരണങ്ങൾ പൂജയ്ക്ക് വെക്കാൻ വേണ്ടിട്ട് ഇന്നലെ അമ്മ പറഞ്ഞ് ആഭരണം പോളിഷ് ചെയ്യാനായിട്ട് കൊടുത്തിരുന്നു. പോളിഷ് ചെയ്യാൻ വന്ന ആള് ഒറിജിനൽ ആഭരണം കൊണ്ടുപോയിട്ട് ഗോൾഡ് കവറിങ്ങാ നമുക്ക് തന്നത്. ഈ കാര്യം അമ്മ എങ്ങാനും അറിഞ്ഞാ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് അറിയില്ല ഏട്ടാ. അത്രയും ആഭരണങ്ങൾ ആരാ മോഷ്ടിച്ചോണ്ട് പോകുന്നേ? അയാൾ ഇതിനു മുൻപ് 2-3 തവണ ഇവിടെ വന്ന് ആഭരണം പോളിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആഭരണത്തിന്റെ ഡിസൈൻസ് അയാൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആഭരണം ഉണ്ടാക്കി വെച്ചിട്ട് ഒറിജിനൽ ആഭരണം എടുത്തോണ്ട് പോയത്. അയാളുടെ ഫോൺ നമ്പർ ഉണ്ടോ? ഇന്നലെ അയാളെ കണ്ടെത്താൻ വേണ്ടിട്ട് ഞാനും ഭാവനച്ചിയും ഒരുപാട് ശ്രമിച്ചു. അയാൾ രക്ഷപ്പെട്ട് ഓടി. അയാളുടെ ഫോൺ സ്വിച്ച് ഓഫാ. ഈ കാര്യം തനിക്ക് നേരത്തെ പറയായിരുന്നില്ലേ? ഏട്ടനോട് പറയാതെ ഞാൻ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാന്നാ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ പൂജയ്ക്ക് സമയമായി. പൂജാരി വന്നു കഴിഞ്ഞാ പൂജയ്ക്ക് ആഭരണം കൊണ്ടുവയ്ക്കാൻ പറയും. ഇല്ലാത്ത ആഭരണം എവിടെ നിന്ന് കൊണ്ടുവയ്ക്കാനോ? താൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആഭരണങ്ങൾ മോഷ്ടിച്ചവൻ അത് എവിടെയെങ്കിലും വിൽക്കാൻ ശ്രമിക്കുമല്ലോ. എനിക്കറിയാവുന്ന ജ്വല്ലറി ഷോപ്പിലെല്ലാം വിളിച്ച് പറഞ്ഞേക്കാം. ഹലോ, ദിസ് ഈസ് ലീല ജ്വല്ലേഴ്സ്. അതെ, പറയൂ. നിങ്ങളുടെ ഷോപ്പിൽ ആരെങ്കിലും സ്വർണം വിൽക്കാൻ വന്നിരുന്നോ? ആരും വന്നില്ലല്ലോ. ഓക്കെ, താങ്ക് യു. ഇത് കൊണ്ടുപോയി വിറ്റാൽ ഒരുപാട് പണം കിട്ടും. എന്റെ പോക്കറ്റ് മണിക്ക് പാർട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ആരും അറിയാതെ പുറത്തു കൊണ്ടുപോയി ഇത് വിൽക്കാം. അയ്യോ, എന്താ ഇത്? നല്ലതുപോലെ വേർക്കുന്നുണ്ടല്ലോ. അല്ല എടി, എന്തിനാടി ഇങ്ങനെ ഓവർ ആക്ട് ചെയ്യുന്നേ? വേർപ്പ് തുടച്ചു തന്നാലും തെറ്റാണോ? നിന്റെ പരിചരണം കാണുമ്പോ തന്നെ അറിയാം. ഞാൻ നിങ്ങളെ പരിചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നേ. പ്രഗ്നന്റ് ആയതുകൊണ്ട് അമ്മ വേണ്ടാന്ന് പറഞ്ഞിട്ടാ.
ഇപ്പൊ നിനക്ക് വേണ്ടി വേറൊരാളാ ജോലി ചെയ്യണ്ടേ. നീ എന്തിനാ മറ്റൊരാളുടെ കാര്യം നോക്കുന്നേ? ഭാസ്കരേട്ടാ, പൂജാരി എപ്പോ വരും? ഫോൺ ചെയ്തിരുന്നു കാർത്തിക. അയാൾക്ക് എന്തോ ദേഹസുഖമില്ല, മറ്റൊരാൾ അയക്കാന്ന് പറഞ്ഞു. പൂജാരി വരുന്നതിന് മുമ്പ് എല്ലാം വേഗം റെഡിയാക്കണം. അതെ അമ്മേ. വസുവേട്ടത്തി എത്രയും പെട്ടെന്ന് റെഡി ആവണം. പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം വെക്കണം. ആഭരണങ്ങൾ കൂടി എടുത്ത് വെക്കണ്ടേ? പൂജയ്ക്ക് ആഭരണമാണ് പ്രധാനം. അത് തീർച്ചയായിട്ടും വെച്ചേ പറ്റൂ. ഈശ്വര, ആ ആഭരണങ്ങളെല്ലാം എത്രയും വേഗം തിരിച്ചു കിട്ടണേ. നമസ്കാരം അങ്കിൾ. നമസ്കാരം അനിയ. നിനക്കെന്താ വേണ്ടത്? എൻ്റെ അമ്മയ്ക്ക് നല്ല സുഖമില്ല അങ്കിൾ. ഉടനെ അവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം. ഈ നെക്ലസ് വെച്ച് കുറച്ച് പണം തരുമോ അങ്കിൾ? ഇത് അഭിറാം സാറിന്റെ വീട്ടിലെ നെക്ലേസ് പോലെ ഉണ്ടല്ലോ. അല്പം മുമ്പ് അഭിറാം സാർ ഫോൺ ചെയ്ത് ആരെങ്കിലും ആഭരണങ്ങൾ വിൽക്കാൻ വന്നിരുന്നോ എന്ന് ചോദിച്ചല്ലോ. ആ വീട്ടിലെ ആഭരണം ഈ പയ്യന്റെ കയ്യിൽ എങ്ങനെ വന്നു? നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യൂ മോനെ, ഞാൻ പണം എടുത്തു കൊണ്ടുവരാം. പറയൂ സേഠ്ജി. അഭിറാം സാർ, ആഭരണങ്ങൾ വിൽക്കാനായി ആരെങ്കിലും വന്നിരുന്നോ എന്ന് സാർ എനിക്ക് ഫോൺ ചെയ്ത് ചോദിച്ചിരുന്നില്ലേ? ഒരു ചെറിയ പയ്യൻ വന്നിട്ടുണ്ട്. ചെറിയ പയ്യനോ? ആര്? ആരെന്ന് അറിയില്ല. അവന്റെ അമ്മയ്ക്ക് സുഖമില്ല, പണം വേണമെന്ന് ആവശ്യപ്പെട്ട് ഒരു നെക്ലേസ് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. അത് നിങ്ങളുടെ നെക്ലേസ് ആയിരിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ ആ പയ്യനോട് സംസാരിച്ചോണ്ട് നിൽക്കേ, അപ്പോഴേക്കും ഞാനങ്ങെത്താം. എന്തു പറ്റിയേട്ടാ? ആഭരണത്തെ പറ്റി എന്തെങ്കിലും അറിഞ്ഞോ? ഏതൊരു ചെറിയ പയ്യൻ സേട്ടിന്റെ കടയിൽ നമ്മുടെ നെക്ലസ് വിൽക്കാൻ ചെന്നിരിക്കുക. ഞാൻ ചെന്ന പയ്യൻ ആരാണെന്ന് നോക്കട്ടെ. ആഭരണം ഒന്നേ കൊണ്ടുവന്നിട്ടുള്ളോ? ആ ഒന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എവിടെയെന്ന് അറിയാൻ പറ്റും. ഏട്ടാ, ഞാനും കൂടി വരാം. അത് വേണ്ട, രണ്ടുപേരും കൂടെ പോയ അമ്മയ്ക്ക് സംശയം തോന്നും. ഞാൻ പോയി മുഴുവൻ ഓർണമെന്റ്സ് കൊണ്ടുവരാം. ഓക്കെ? അതുവരെ താൻ വീട്ടിലുള്ളവരെ മാനേജ് ചെയ്തോണം. ഇത് ഒരുപാട് കാശുണ്ടല്ലോ. ഒരു മാസത്തേക്ക് എൻജോയ് ചെയ്യാനുള്ള പണമുണ്ട്. പെട്ടെന്ന് പണം തരുമെങ്കിൽ എൻ്റെ അമ്മയെ ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യണം. പണം എണ്ണിക്കൊണ്ടിരിക്കുകയല്ലേ, ധൃതി പിടിക്കാതെ. എന്താ അഭിറാം സാർ ഇത്ര താമസിക്കുന്നത്? മാമ, അത് സാർ, ഇതാ സാർ, ഈ പയ്യൻ കൊണ്ടുവന്ന നെക്ലേസാ. നിനക്ക് ഈ നെക്ലസ് എവിടുന്നാ കിട്ടിയേ? അത് പിന്നെ മാമ. എവിടുന്നാ കിട്ടിയ നിനക്കത്? അത് പിന്നെ മാമ. ആരാ തന്നെന്ന് പറയാൻ? സുമംഗലി അമ്മൂമ്മയാ തന്നത്. സുമംഗലി മുത്തശ്ശിയോ? അതേ മാമ. സത്യം പറടാ. സത്യമാണ് മാമ. മുത്തശ്ശിയാണ് സത്യം മാമ. എനിക്ക് പുസ്തകത്തിനും പോക്കറ്റ് മണിക്കും അമ്മയോട് പണം ചോദിച്ചു. അമ്മ ഇല്ലെന്ന് പറഞ്ഞു. അതറിഞ്ഞിട്ട് മുത്തശ്ശി ഈ നെക്ലസ് എനിക്ക് തന്നതാ. ശരി, നീ പോയി കാറിലിരിക്ക. മാമ, ഈ കാര്യം എൻ്റെ അമ്മയോട് പറയല്ലേ. അറിഞ്ഞാൽ അമ്മ ഒരുപാട് തല്ലും. ശരി, പോയിരിക്കും. താങ്ക്സ് സേഠ്ജി. റാം റാം അഭിറാം സാർ, ഈ പയ്യനെ സാറിന് അറിയാമോ? അറിയാം. ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് കള്ളങ്ങൾ പറയുന്നുണ്ട്. വീട്ടിലുള്ള വലിയവര് തന്നെ ചെറിയ കുട്ടികളെ കൊണ്ട് വലിയ വലിയ തെറ്റുകൾ ചെയ്യിപ്പിച്ച പിന്നെ എന്ത് ചെയ്യും? ഈ കാര്യം ഞാൻ നോക്കിക്കോളാം. റാം റാം സാർ. അതിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ വസു. അവൻ നോക്കിക്കോളും, നീ ടെൻഷൻ ആകാതെ. പൂജാരി വരുന്നതിന് മുൻപ് ആഭരണം കൊണ്ടുവയ്ക്കണം ചേച്ചി. ആ ശിവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ
എല്ലാം നന്നായിട്ട് നടക്കും. എന്താടാ പൂജാരി വരാത്തത്? വിളിച്ചിരുന്നു അമ്മേ, അയാൾ വന്നോണ്ടിരിക്കുകയാണ്. ആ നോക്കിയേ, സുമംഗലികൾ വന്നു. സുഖമാണോ ചേച്ചി? സുഖമായിരിക്കുന്നു മോളെ കാർത്തികേ. എനിക്ക് സുഖമാണ്. സുഖാണ് കാർത്തികേ. കണ്ടില്ലേ എടുത്തി, പ്രഗ്നന്റ് ആയിട്ടും കാർത്തിക എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നത്. അകത്ത് വസു ആണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. ആ പാവനയുടെ കാര്യം പറയണ്ട. ആവശ്യമില്ലാതെ എഴുത്തിമാരെ കുറ്റപ്പെടുത്തലേ ഇളയമ്മേ. കാർത്തിക വെറുതെ ഓവർ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുക. എപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഭാവനയ്ക്കും വസുവിനും അറിയാം. ഇളയം അതിലൊന്നും ഇടപെടണ്ട. കേട്ടില്ലേ എടുത്തി, കാർത്തിക കാര്യങ്ങളൊക്കെ നോക്കുന്നു പറഞ്ഞപ്പോ രണ്ടുപേരുടെ തർക്കുത്തരം കണ്ടില്ലേ. വസു, ഭാവനേ ഇങ്ങോട്ട് വാ. സുമംഗലികൾ വന്നിട്ടുണ്ട്. അവർക്ക് മഞ്ഞൾ തേച്ച് പൊട്ടുവെക്ക്. ആ ജോലി കാർത്തികോട് പറയാമേ. കുറെ നേരമായിട്ട് എല്ലാ ജോലികളും ഇവളല്ലേ ചെയ്യുന്നേ. അവള് പ്രഗ്നന്റ് അല്ലേടാ. കുനിഞ്ഞിരുന്ന് കാലില് മഞ്ഞളൊക്കെ എങ്ങനെയാ അവള് തേക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇളയമ്മ ചെയ്യേ. ദൈവം എനിക്ക് ആ ഭാഗ്യം തന്നില്ലല്ലോടാ. സിന്ദൂരില്ലാത്തവളാ, ഞാനെങ്ങനെ മഞ്ഞൾ തേക്കും? എടി കോട്ടുകൊള്ളി, ഞാൻ സ്വർണ്ണം അടിച്ചു മാറ്റിയപ്പോ നീ വെള്ളി അടിച്ചു മാറ്റുകയാണല്ലേ? അത് ശരിയാ, നിനക്ക് സ്വർണ്ണമൊന്നും വിധിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ പുറത്തുള്ളവരുടെ കാല് മാത്രമേ വസുവേട്ടത്തി പിടിക്കുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോ ഇവരെല്ലാവരുടെയും മുമ്പിൽ വെച്ച് അമ്മയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കും. അയ്യോ, ഈ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് എല്ലാ സ്വർണ്ണാഭരണങ്ങളും വെള്ളി പാത്രങ്ങളും എല്ലാം അടിച്ചുകൊണ്ട് വേണം പോവാൻ. എടി ദമയന്തി, നീ ആള് ചില്ലറക്കാരിയല്ല. വെള്ളി അടിച്ചു മാറ്റൂന്നാ വിചാരിച്ചേ. ഞാൻ അടിച്ചു മാറ്റിയ സ്വർണം നീ അടിച്ചു മാറ്റിയിരിക്കുന്നോ? എന്ത് ധൈര്യം ഉണ്ടായിട്ടാടി നിനക്ക്? നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്.
എവിടെ പോയതാ ആന്റി? ഒരു പുണ്യമായ കാര്യം ചെയ്യാൻ പോയതാ മോളെ. പുണ്യമായ കാര്യോ? അത് നിങ്ങള് കളിയാക്കരുത്, നാക്ക് ഞാൻ മുറിച്ചെടുക്കും. അബി എവിടെ പോയി ഭാസ്കർ? പുറത്തെവിടെയോ പോയതാണമ്മേ. വീട്ടിൽ പൂജ നടക്കാൻ പോകുമ്പോ എന്തിനാ പുറത്തേക്ക് പോയത്? അതാ അബേട്ടൻ വന്നല്ലോ അമ്മേ. ഈ കിട്ടുമോൻ എപ്പോഴാ പുറത്തേക്ക് പോയത്? അമ്മയുടെ അടുത്ത് ചെല്ലു കിട്ടും. എവിടെ പോയതാ അബി? ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു, അതിനുവേണ്ടി പോയതാ അമ്മേ. വസുന്ധര, ഒരു മിനിറ്റ് എനിക്കൊന്ന് സംസാരിക്കണം. വന്നേ. നീ എവിടെയാടാ പോയത്? ഞാനിവിടെ പുറത്ത് കളിക്കായിരുന്നമ്മേ. കുരുത്തക്കേടൊന്നും ഒപ്പിച്ചിട്ടില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല അമ്മേ. എന്താ ഏട്ടാ? സ്വർണം മോഷ്ടിച്ചത് സുമംഗലി ഇളയമ്മയാണ്. കിട്ടുവിന്റെ കയ്യിൽ ഇളയമ്മയാണ് നെക്ലസ് കൊടുത്തുവിട്ടത്. അപ്പോ ബാക്കിയുള്ള ആഭരണങ്ങൾ ഇളയമ്മയുടെ കയ്യിൽ തന്നെ കാണും. പോയി തന്റെ സ്റ്റൈലിൽ തന്നെ ചോദിക്കാം. എന്താ മോളെ വസു, ഭർത്താവിനോട് കൊഞ്ചി കഴിഞ്ഞോ? പൂജ തുടങ്ങാനുള്ള വല്ല ഉദ്ദേശം ഉണ്ടോ? വസുവേട്ടത്തി എന്തോ ടെൻഷനിലായിരുന്നു ആന്റി. പാവം, അത് സോൾവ് ആയോ എന്തോ. ഇനി എന്തിനാ ടെൻഷൻ ആവുന്നത് വസു? പൂജ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ചെയ്യാം അമ്മേ, പൂജ ഞാൻ തന്നെ ചെയ്യാം. എന്നാ പിന്നെ ആഭരണമൊക്കെ എടുത്തിട്ട് വാ, പൂജാർ ഇപ്പൊ എത്തും. നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ടല്ലേ അമ്മേ, ഒന്ന് അങ്ങോട്ടേക്ക് വരാവോ? ആ, ഇപ്പൊ എങ്ങോട്ടാ വിളിക്കുന്ന വസു? ഞാൻ പറയാളേ അമ്മേ, ഒന്ന് എന്റെ കൂടെ വാ. വാ. എന്താ വസു, അവിടെ പൂജ നടക്കാൻ പോകുമ്പോ എന്നെ എങ്ങോട്ട് വിളിപ്പിച്ചത്? ആഭരണം എവിടെ? ഏതാഭരണം? പൂജയിൽ വെക്കേണ്ട ആഭരണങ്ങൾ. വീട്ടിലെല്ലാവരുടെയും ആഭരണം നിനക്ക് തന്നിരിക്കല്ലേ, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? എന്തിനാ എന്നെ അടിച്ചേ? ആഭരണം എവിടെ? എനിക്കെങ്ങനെ അറിയാം? ആഭരണം എവിടെ? എനിക്കറിയില്ല. ആഭരണം എവിടെ? നിങ്ങൾ പറയുന്നത് വരെ ഞാൻ തല്ലിക്കൊണ്ടിരിക്കും. മര്യാദയ്ക്ക് ആഭരണം എവിടെ പറ. സത്യമായിട്ട് എനിക്ക് ആഭരണത്തെ പറ്റി അറിയില്ല. പ്രായം ഒരുപാടായില്ലേ, ഇതിൽ കൂടുതൽ ഞാൻ നിങ്ങളെ അടിച്ചാ ചത്തുപോകും. നിങ്ങൾ കിട്ടുന്റെ കയ്യിലെ നെക്ലേസ് കൊടുത്തത് എനിക്കറിയാം. ഞാനെപ്പോഴാ കിട്ടുവിന്റെ കയ്യിൽ നെക്ലേസ് കൊടുത്തത്? കിട്ടു, ഇവിടെ വാ. എന്നിട്ട് നെക്ലേസ് തന്നത് സുമന്തിരി മുത്തശ്ശിയാണെന്ന് പറഞ്ഞില്ലേ? അതെ മാമി, ബാഗിൽ നിന്ന് എടുത്ത് എനിക്ക് തന്നു.